നമസ്കാരം. വള്ളുവനാടൻ പൂരക്കാഴ്ചകളുടെ ആവേശമിരുമ്പുന്ന ചേറമ്പറ്റക്കാവ് ഇന്ന് ജനസാഗരമായി മാറുകയാണ്. വർണ്ണാഭമായ കാവടികളും ഗജവീരന്മാരുടെ തലപ്പൊക്കവും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയുമായി ചേറമ്പറ്റക്കാവ് ഇന്ന് പുനർജനിക്കുകയാണ്. ദോഷങ്ങൾ നീക്കി നീ നാട് കാക്ക. അപ്പോൾ നമ്മുടെ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ പൂരത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ? നമസ്കാരം. വർഷങ്ങളുടെ പഴക്കം, ഒരുപാട് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. അതിൻ്റെ ഈ പൂരത്തിന് അതീവ പ്രാധാന്യമുണ്ട്. ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസം എന്ന് പറയുന്നത് ഉത്സവം ഈ പൂരം തന്നെയാണ്. വിവിധ ദേശങ്ങളിൽ നിന്നായിട്ട് ഒരുപാട് ആനകൾ, തേര്, കാള, അതുപോലെ കുതിര, അങ്ങനെ എല്ലാ ചതുരംഗപ്പട എന്നുള്ളൊരു സങ്കല്പമുണ്ട് അതിൽ. ആ രീതിയിൽ എല്ലാം കൊണ്ട് വർണ്ണാഭമായിട്ടുള്ളൊരു പൂരാണ് ഇവിടുത്തെ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ 5 ദേശങ്ങളാണ് പ്രാധാന്യമായിട്ടുള്ളത്. പിന്നെ അവിടുന്ന് തന്നെ ദേശങ്ങളിൽ നിന്ന് ഉപവിഭാഗങ്ങളായിട്ട് ഒരുപാട് കാളകൾ, 39ഓളം ആന, ഏകദേശം അത്രത്തോളം കാളകൾ, പിന്നെ ഒരു തേരുണ്ട്. അത് നമ്മൾ പാലക്കോട് മാരിയമ്മൻ ക്ഷേത്രമുണ്ട്, അവിടെ നിന്നാണ് നമുക്ക് തേര് വരിക. അതിന് അതീവ പ്രാധാന്യമുണ്ട്. ആ തേര് വരുന്നതോട് കൂടിയിട്ടാണ് പൂരം അതിൻ്റെ പൂർണ്ണ ഇതിലേക്ക് കിടക്കുക, പൂർണ്ണ ആവേശത്തിലേക്ക് കിടക്കുക. ഇത്തവണത്തെ പൂരത്തിന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ഒരുപാട് ഒരുക്കങ്ങൾ ഈ വർഷം ക്ഷേത്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയിട്ടുണ്ട്. ഒരുപാട് രീതികളിൽ മാറി മാറി കമ്മിറ്റികൾ പ്രത്യേകം ആണ് പൂരം കൊണ്ടുവരുന്നത്. ആനകളാണെങ്കിലും ഇവിടെ ഒന്നിച്ച് നിരക്കാനുള്ളൊരു സ്ഥലപരിമിതിയുണ്ട്. അതുപോലെ തന്നെ ഓരോ ദേശങ്ങളുടെ ഭാഗത്തു നിന്നായിട്ട് ഓരോ ദേശങ്ങളിലാണ്, ഓരോ സൈഡിലാണ് ഓരോ പൂരം നിരക്കുന്നത്. ആ നിൽക്കുന്നതിനെ വിഭിന്നമായി നിന്നിരുന്ന കമ്മിറ്റികളെ നമ്മൾ സംഘടിപ്പിച്ച് ചേർത്ത് ഒരു മനസ്സോടെ ആക്കി മാക്സിമം പറ്റുന്ന രീതിയിൽ അവരെ ചേർത്ത് നിർത്തിയും കൊണ്ടുള്ള ഒരു പൂരാണ് ഈ വർഷം പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റേതായ ഒരു ഭംഗിയും മികവും ഈ വർഷത്തെ പൂരത്തിനുണ്ടായിരിക്കും. ഇപ്പോൾ വളരെ ആവേശത്തിലാണല്ലേ പൂരം ഇതാക്കാൻ? തീർച്ചയായിട്ടും പൂരം എന്ന് പറയുന്നതിന് ഒരു ആവേശമാണ്. ഭക്തജനങ്ങൾ ഈ വർഷം വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ കൊടിയേറ്റം കഴിഞ്ഞാണ് ഉണ്ണിയാറാട്ട്, കുട്ടിയാറാട്ട്, ചെറിയാറാട്ട്, വലിയാറാട്ട്, പൂരം. ഈ രീതിയിലാണ് ഇവിടുത്തെ ഘടന ഉണ്ടായിരുന്നത്. ഈ വർഷം നമ്മൾ ഞായറാഴ്ച, അതായത് കൊടിയേറ്റത്തിന് മുമ്പത്തെ ഞായറാഴ്ച അന്ന് പൊങ്കാല പതിവുണ്ട്. ആ പൊങ്കാല മുതലുള്ള ദിവസങ്ങളിൽ മുതൽ ആഘോഷം തുടങ്ങി. അങ്ങനെ ഒരു ദിവസം കംപ്ലീറ്റ് പൂർണ്ണമായി 5 മണിക്കൂറോളം തിരുവാതിരക്കളി, അത് കഴിഞ്ഞ് ഒരു ദിവസം ചാക്യാർ കൂത്ത്, ഒരു ദിവസം ഇവിടുത്തെ കുട്ടികളുടെ പരിപാടികൾ, മറ്റൊരു ദിവസം വീരനാട്യം. അങ്ങനെ ഓരോ ദിവസങ്ങളിലും നമ്മൾ പ്രത്യേകം വൈകുന്നേരങ്ങളിലെ പരിപാടികളായിട്ട് നടത്തി. പിന്നെ കൊടിയേറ്റം മുതൽക്കുള്ള ദിവസങ്ങളിൽ പ്രൊഫഷണൽ പരിപാടികൾ ഓരോ ദേശത്തെ ഓരോ കമ്മിറ്റികളുടെ വകയാണ്. ഈ വർഷം 2 ഗാനമേള, ഒരു നാടകം, ഒരു നാടൻപാട്ട്, പിന്നെ ഒരു നൃത്യങ്ങൾ, അങ്ങനെ 5 ദിവസത്തെ പരിപാടികൾ നടന്നു. സെലിബ്രിറ്റി പോലുള്ള വൈക്കം വിജയലക്ഷ്മി പോലുള്ളവരുടെ ഗാനമേള ഇപ്രാവശ്യം വളരെ ആവേശം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്രയും ജനത്തിരക്കുള്ളൊരു പരിപാടിയായിട്ട് മാറാൻ പരിപാടിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പൂരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ചേട്ടൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും പൂരം വളരെ ആവേശത്തോടെയാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ ഈ പൂരം അടിപൊളിയാവും തന്നെയാണ് പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും പൂരം എന്തായാലും അത് ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ. കുറേ പേര് ഇരിക്കുന്നുണ്ട്, അവരോടൊക്കെ പൂരത്തിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹായ് ചേച്ചി, പൂരത്തിന്റെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാ പറയാം? നല്ല വിശേഷം. തൊഴുകൾ കഴിഞ്ഞപ്പോ ഇരുന്നതാണ്. അപ്പോ എന്തൊക്കെയാണ് പൂരത്തിന്റെ ഓർമ്മകൾ ഒക്കെ പറയുമ്പോ? ഓർമ്മകൾ എന്തോ പണ്ടത്തെ ഓർമ്മകൾ. ഈ ടൈമിൽ പൂരം അടിച്ചു കൊടുക്കില്ലേ?
ആ ഉണ്ട്. ഹലോ, എന്തൊക്കെയാണ് പൂരത്തിന്റെ വിശേഷങ്ങൾ? വിശേഷങ്ങൾ ഞങ്ങൾക്ക് വിശേഷങ്ങൾ കോടികളാണ്. വിഷുക്കൊടി. ജനങ്ങളെ കോടീശ്വരന്മാരാക്കാം. ഭക്തി അവിടെ, ധനം ഇവിടെ. അതെ. പിന്നെ കൊല്ലം കൊല്ലം വളരെ ഗംഭീരമായിട്ട് കൊണ്ടു നടക്കുന്ന പൂരാണിത്. ഒരാളുടെ അല്ല, ദേശത്തെ അനവധി ജനങ്ങളുടെ പ്രാർത്ഥനയും ശക്തിയുമാണ് ഈ പൂരത്തിൻ്റെ ഏറ്റവും വലിയ. ഈ പൂരം എന്ന് പറഞ്ഞാൽ എല്ലാ പൂരം ഒരേ മാതിരി തന്നെയാണ്. നമ്മുടെ പൂരം, ചെറമ്പറ്റ പൂരം എന്ന് പറഞ്ഞാൽ ഈ പൂരത്തിന് വേണ്ടിയിട്ട് എത്രയോ ആൾക്കാർ വരും. വർഷങ്ങളായിട്ട് എവിടെയും നാട്ടു വിട്ടുപോയവരൊക്കെ ഇവിടെ വന്നിട്ട് ഭഗവതിയെ പ്രാർത്ഥിച്ചു പോകും. അതാണ് ഈ പൂരത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷം. അപ്പോ ഈ പൂരത്തിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ പൂരത്തിൽ നിന്നും വ്യത്യസ്തമാണ് ഈ പൂരം എന്ന് ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത്. എന്താ ഇവിടുത്തെ പ്രത്യേകത? പ്രത്യേകം ഇവിടെ വലിയ തേരുണ്ട് എന്നുള്ളതാണ് മെയിൻ. തേര്, കാള, പിന്നെ കാളവേലിയും പൂരം ഒന്നായിട്ടാണ്. എല്ലാ കാവിലും വേലിയാറാട്ട് ദിവസമാണ് കാളവേലി. ഇവിടെ രണ്ടും ഒന്നായിട്ടാണ്. പിന്നെ ഗജവീരന്മാർ ഇവിടെ നിറയുണ്ടാവും. അതന്നെയാണ് ട്രെൻഡ്. എത്ര ഗജവീരന്മാരുണ്ടാവും ഇവിടെ? ഒരു 50ഓളം എന്ന് പറയാനേ പറ്റും. അത് ചിലപ്പോൾ ഈ എലിഫന്റ് സ്പോട്ടിൻ്റെ പെർമിഷനനുസരിച്ച് കൂടിയിട്ടും കമ്മിയായിട്ടിരിക്കും. പിന്നെ രാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ തായമ്പൊക്കെ ഉണ്ടാവും. ചെറിയ ചെറിയ കുട്ടികളുടെ 2-3 ദേശക്കാരെ തായമ്പോ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോ ഈ തവണ പൂരം അടിച്ചു പൊളിക്കില്ലേ? ഈ തവണ പൂരം കലക്കും. യാതൊരു സംശയവുമില്ല. അപ്പോ ഗംഭീരാവുന്നാണ് പറയുന്നത്. ഇനി അവിടെ കുറച്ച് പേരുണ്ട്, നമുക്ക് അവരോട് ചോദിച്ചോളാം. ഹായ് ചേച്ചി. ഹായ്. എന്തൊക്കെയാണ് പൂരവിശേഷങ്ങൾ? പുരവിശേഷം പുരവിശേഷം നടന്നുകൊണ്ടിരിക്കുന്നു. അതെ അതെ അതെ. പറ അന്നദാനം ഒക്കെ ഇവിടെ ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും വളരെ തിരക്കിലാണ്. നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് നടന്നു നോക്കാം. അപ്പോൾ നമ്മുടെ ക്ഷേത്രം മേൽശാന്തിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ പൂരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. നമസ്കാരം. പേര് സുജിത്ത്. ഇവിടുത്തെ മേൽശാന്തിയായിട്ട് ഇപ്പോൾ 3 മാസം കഴിഞ്ഞു. ചേറമ്പറ്റ ക്ഷേത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ, ചേറമ്പറ്റ എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിൻ്റെ കുളം ഒരു ചെറ എന്ന സങ്കല്പത്തിലും ആ ചേറിൽ പറ്റിയ ഭഗവതി എന്നുള്ളൊരു സങ്കല്പത്തിലൂടെയാണ് ചേറമ്പറ്റ എന്നുള്ള പേര് ക്ഷേത്രത്തിന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആറാട്ടുകൾ രാവിലെ വൈകുന്നേരങ്ങളിൽ 2 നേരവും ആറാട്ട്, 2 നേരം നവകവും. പ്രധാനമായും വൈകുന്നേരങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട്, അതായത് വൈകുന്നേരങ്ങളിൽ ചൈതന്യം ഉഗ്രമൂർത്തിയുടെ ചൈതന്യമായി സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് നിവേദ്യങ്ങളും മറ്റുള്ള വഴിപാടുകളൊക്കെ വൈകുന്നേരത്തിന് പ്രാധാന്യം ഈ ക്ഷേത്രത്തിൽ ഉണ്ട്. അപ്പോൾ ചേട്ടാ, നമ്മുടെ തേരിൻ്റെ ഒരുക്കുമാനും കാര്യങ്ങളൊക്കെ എന്തായി? ഏകദേശം പണികളൊക്കെ ഇതാ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇനി ഒരു മണിക്കൂർ നേരത്തെ പണിയും കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ ഭഗവതിക്കുള്ള തേര് പൂർത്തിയായി കഴിഞ്ഞു. നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് പറയാൻ പറ്റിയത് ക്ഷേത്രവുമായിട്ട് ഈ തേരിന് എന്തോ ബന്ധമുണ്ടെന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പങ്കുവയ്ക്കുള്ളത്? അത് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു ബന്ധമാണ്. ക്ഷേത്രവും ഈ തേരും ഈ പ്രദേശവും തമ്മിലുള്ള ബന്ധം ഒരുപാട് വലുതാണ്. കാരണം ഏകദേശം 100 വർഷത്തിൽ മേലെ പഴക്കം ഉണ്ട് നമ്മുടെ ഈ തേരിന് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ആദ്യം നായരുട്ടുപടി എന്ന് പറയുന്ന, അതായത് തൃക്കടീരി നായരുട്ടുപടി അവർ നടത്തിയിരുന്ന ഒരു സംരംഭം പിന്നീട് ഞങ്ങൾക്ക്, അതായത് ഈ പാലക്കോട് തെരുവിന് അവർ അനുവദിച്ച് തന്നതാണ്. അത് ഇത്രയും വർഷമായിട്ട് അതേപോലെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ പൂരം അടിച്ചു പൊളിക്കില്ലേ? അടിച്ചു പൊളിക്കുക എന്ന് മാത്രമല്ല, ഏറ്റവും ഗംഭീരമാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ചടങ്ങ്. അപ്പോൾ ഈ പൂരം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ചേട്ടൻ്റെ മനസ്സിലേക്ക് വരുന്ന ഓർമ്മകൾ? എല്ലാ ജനങ്ങളും ചേറമ്പറ്റ നമ്മുടെ തിരുസന്നിധിയിൽ എത്തിച്ചേരുകയാണ്. അപ്പോൾ അത് എല്ലാവരും ഭംഗിയായിട്ട് നടത്തിയിട്ട് അമ്മയ്ക്ക് സന്തോഷം, ജനങ്ങൾക്കും സന്തോഷം തരുന്ന ഒരു മുഹൂർത്തമാണ് ചേറമ്പറ്റ പൂരം. കെട്ടി മാറാപ്പിൽ ജീവിത
തുടങ്ങട്ടെ ഈ ആഘോഷക്കാലം. നിവ ഗോൾഡ് ഒരുക്കുന്നു വിഷു, ഈസ്റ്റർ, ബക്രീദ് ഫെസ്റ്റീവ് ഓഫർ. നിങ്ങളുടെ ഇഷ്ടാഭരണങ്ങൾ ഇനി 1% പണിക്കൂലിയിൽ സ്വന്തമാക്കാം. മെയ് 30 വരെയുള്ള നിങ്ങളുടെ എല്ലാ സ്വർണ്ണാഭരണ പർച്ചേസുകൾക്കും കേരള മോഡൽ ആഭരണങ്ങൾക്ക് പണിക്കൂലി 1% മാത്രം. ബോംബെ ബംഗാളി ആഭരണങ്ങൾക്ക് പണിക്കൂലി 2% മാത്രം. രാജ്കോട്ട്, കൽക്കട്ട ട്രഡീഷണൽ ആഭരണങ്ങൾക്ക് പണിക്കൂലി 3% മാത്രം. സിംഗപ്പൂർ ആന്റിക് ബ്രാൻഡഡ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 4% മാത്രം. ടർക്കിഷ് ടെമ്പിൾ പ്രീമിയം ആഭരണങ്ങൾക്ക് പണിക്കൂലി 5% മാത്രം. ഡയമണ്ട് പ്രഷ്യസ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്. ഒപ്പം ആകർഷകമായ സ്വർണ്ണ സമ്പാദ്യ പദ്ധതികളും. അണിഞ്ഞൊരുങ്ങാം ഈ ആഘോഷക്കാലം നിവ ഗോൾഡിനൊപ്പം. നിവ ഗോൾഡ്, ചെർപ്പുളശ്ശേരി ആൻഡ് ഒറ്റപ്പാലം.